കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. അച്ഛനൊക്കെയായിട്ട് വളരെ അടുത്ത സൗഹൃദമുള്ളൊരു നേതാവ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് ഇപ്പോൾ പാർട്ടിയിൽ വി എസിൻ്റെ ഒരു അഭാവം വലയത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ? അദ്ദേഹത്തില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് അനുഭവിക്കുന്നുണ്ടോ? അല്ല, വി എസിൻ്റെ സ്പേസ് നികത്താനൊന്നും ആർക്കും പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള നേതാക്കൾ നമ്മുടെ മുന്നിൽ നിന്നും മറഞ്ഞു പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ മുൻനിർത്തിയ മുദ്രാവാക്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവരെടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ കൂടുതൽ ശക്തമായിട്ട് പാർട്ടിക്കകത്തായാലും പുറത്തായാലും ജനങ്ങളുമായിട്ടും പറഞ്ഞു പോവുക എന്നുള്ളതാണ്. ഇപ്പം പാർട്ടി ഒരു വലിയ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ അവസരത്തിൽ വി എസിനെ പോലുള്ള ആളുകൾ എത്തരത്തിലായിരുന്നു ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചിരുന്നത്? ഈ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി സമരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഓരോരുത്തേ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതൊക്കെ ഇനി വരുന്ന കാലഘട്ടത്തിൽ വലിയ ഊർജ്ജം പകരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത്തരത്തിലുള്ള ഉൾപാർട്ടി സമരങ്ങൾക്കകത്ത് ശക്തമായ നിലപാടെടുക്കുവാൻ വേണ്ടി ഓരോ സഖാക്കൾക്കും കരുത്തേകുന്ന ഓർമ്മകൾ കൂടിയായി വി എസിൻ്റെ ദിനം മാറും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഒരു വലിയ തിരിച്ചടിയുടെ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി സ്വയം തിരുത്തൽ നടത്തുമ്പോൾ വി എസ് ഒരു മാതൃകയായിട്ട് മുന്നിൽ നിർത്തി ഒരു തിരുത്തൽ നടത്തണം എന്നാണോ? അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഈ പറയുമ്പോൾ ഇപ്പം ബി എസ് ആയാലും നായനാറായാലും കൃഷ്ണപ്പള്ളി ആയാലും EMS ആയാലും എല്ലാവരുടെയും ജീവിതങ്ങൾ, ഇപ്പോൾ കോടിയേരിയുടെയൊക്കെ ജീവിതങ്ങളുണ്ട്. ഇപ്പോൾ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആളുകൾ പറയുന്ന പോലെ തന്നെ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആളുകൾ പറയുന്നത് ആ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവരൊരു ഉത്തരമായിട്ട് തേടുന്നത് ഇത്തരം നേതാക്കളെയാണ്. ഇത്തരത്തിലുള്ള നേതാക്കൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന കാര്യങ്ങൾ ഈ പാർട്ടിക്കകത്ത് വരുന്നു എന്നുള്ള തോന്നലുകൾ നമ്മുടെ പാർട്ടി അണികൾക്കിടയിൽ, അനുഭാവികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഉത്തരമായിട്ട് അന്വേഷിക്കുക. പാർട്ടി കുടുംബങ്ങളായാലും പാർട്ടി ആയാലും എല്ലാം അതിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ വി എസ് എന്നുള്ള മുഖം എപ്പോഴും ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും. പിന്നെ വി എസ് തലമുറകളുടെ നേതാവാണ്. ഇപ്പം ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പരിതസ്ഥിതിയിൽ ഇന്ന് നമ്മൾ വി എസിനെ ആലോചിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ ഞാൻ കരുതുന്നത് ഇന്ന് വി എസ് ഉണ്ടായിരുന്നെങ്കിൽ ജന്തർ മന്ദറിലെ പ്രക്ഷോഭ വേദിയിൽ വി എസ് പോയി ഇരിക്കും എന്നുള്ളതാണ്. അതായിരുന്നു വി എസ്. വി എസ് ഏത് കാലഘട്ടത്തിലും ആഹ്വാനം ചെയ്യുന്നൊരു നേതാവല്ല. വി എസ് ആ സമരത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവായിരുന്നു.